ലിച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ആഴ്ചയിൽ, അതായത് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ ഒരു ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. മെയിലോ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒരു നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അതിന് ശേഷമുള്ള ഒരു ആഴ്ച നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക, നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇതിനെ ആദ്യം തന്നെ ലഭിച്ചിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടാതെ ഈ ഒരു വ്യക്തി വളരെയധികം ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഒക്കെ ഉള്ള അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറൊക്കെ ഉള്ള നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫിനാൻസിനൊക്കെ, റിലേഷൻഷിപ്പ് പോലെ തന്നെ ഫിനാൻസിനൊക്കെ അത്യാവശ്യം പ്രാധാന്യം, കരിയറിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തി വരുന്നത് മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ കാലങ്ങളായിട്ട് കാത്തിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇനി ഈ ഒരു വ്യക്തി പുതിയൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് മൂലം അത്രയധികം സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളും ഒന്നിച്ചൊക്കെ ഒരു യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ചില സെലിബ്രേഷൻസ്, ചിലപ്പോ വിവാഹം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു സിറ്റുവേഷൻ, സെലിബ്രേറ്റ് ചെയ്യുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു എഫേർട്ട് ഈ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഇടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മുൻപ് പുറകെ, അതായത് നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോയിരുന്ന വ്യക്തി തന്നെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കുകയും ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് തരാൻ ആ വ്യക്തി തീരുമാനിച്ചുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മതിയായ രീതിയിലുള്ള ഒരു നീതി തന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് അറിയാം. അപ്പൊ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സറിഞ്ഞ് തരാൻ തയ്യാറായിട്ടാണ് ആ വ്യക്തി വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രെങ്ത് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ആയിരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഒരു ഇന്നർ സ്ട്രെങ്ത് വ്യക്തിയിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ആവുന്നതോടുകൂടി നിങ്ങൾക്ക് ഇമോഷണലി ഒരു സ്ട്രെങ്ത് ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ചില വ്യക്തികൾക്ക് ലോങ് ഡിസ്റ്റൻസിൽ നിന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. മറ്റു രാജ്യങ്ങളിലാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അത്രയും ദൂരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് കുറെ മാസങ്ങളായിട്ടോ ഒക്കെ കാണാൻ കഴിയാതെ ഇരുന്നിരുന്ന വ്യക്തികളാണെങ്കിൽ അവര് നിങ്ങളെ കാണാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ,
ഒരുപക്ഷെ ചില വ്യക്തികൾക്ക് ഇപ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാകും. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് നമുക്ക് ഈ 8 of Wands എന്ന് പറയുന്നത് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മതിയാവോളം കുറേയധികം സമയം സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപക്ഷെ ആ വ്യക്തി ഇങ്ങോട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നതായിരിക്കാം. എന്ത് തന്നെ ആയാലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കും ഇത് വളരെ ഒരു ശുഭ വാർത്ത തന്നെയാണ്. അതായത് ഈ ഒരു ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ള വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു വ്യക്തിയെ കാണാനും ഈ വ്യക്തി ഒന്നിച്ച് ഉള്ള നിമിഷങ്ങൾ ആസ്വദിക്കാനും, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കാണാനും ഈ വ്യക്തി ഒന്നിച്ചുള്ള നിമിഷങ്ങൾ ആസ്വദിക്കാനും കഴിയുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ പലതരം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവാം. ഒട്ടും തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. എന്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ ലക്ക് നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ ടൈമും എഫർട്ടും നിങ്ങളുടെ സ്നേഹം എല്ലാം, അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വീക്കായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷെ ഇത് കറക്റ്റ് ഈ ഒരു വീക്കിൽ തന്നെ നടക്കണം എന്ന് നിർബന്ധമില്ല. ഇതിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കുറെ പേർക്ക് ഇവിടെ മാരേജ് നടക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള ഒരു കൺഫർമേഷൻ ലഭിക്കുന്നതായിട്ട് പാരന്റ്സിന്റെ പെർമിഷൻ, ഫാമിലിയുടെ ആ ഒരു പെർമിഷനൊക്കെ കിട്ടാതിരിക്കുന്ന വ്യക്തികൾക്ക് അതൊക്കെ ലഭിക്കുന്നതായിട്ടും, അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള വ്യക്തികൾക്കൊക്കെ അവരുടെ പേഴ്സൺ ദൂരത്ത് നിന്നാണെങ്കിൽ അവര് വരുന്ന ഒരു ടൈം വരുന്നു, നിങ്ങളുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് നടക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫാമിലി ഒന്നിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം, ആ ഒരു മൊമെന്റ്സ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ കുറെ വ്യക്തികൾക്കൊക്കെ അവരുടെ റിലേഷൻഷിപ്പിൽ ലീഗൽ ആയിട്ടുള്ള വല്ല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഡിവോഴ്സിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ ഫാമിലി അംഗീകരിക്കുന്നു, സൊസൈറ്റി അംഗീകരിക്കുന്നു, ആ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും, അതുപോലെ സൊസൈറ്റിയുടെ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു അപ്രൂവൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം വളരെയധികം സംസാരിക്കാനുള്ള കുറെ സമയം സംസാരിക്കാനുള്ള അവസരം വരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് തമ്മിൽ ചെയ്ത കാര്യങ്ങൾ ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബോണ്ട് വളരെയധികം അത്ര സ്ട്രോങ് ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റ് കൂടുതൽ ഒന്നുകൂടെ മെച്ചപ്പെടുന്നതായിട്ടും, പരസ്പരം നിങ്ങൾ തമ്മിൽ നിങ്ങളൊരു അനുകമ്പാപൂർവമായിട്ട് പെരുമാറുന്നതായിട്ടും, തമ്മിൽ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ക്ഷമിച്ച് പുറത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതായിട്ടും എല്ലാം കാണാൻ കഴിയുന്നു. അതുപോലെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിനെ കൺഫേം ചെയ്യുന്ന കാർഡുകൾ നമുക്കിവിടെ ഒരുപാട് കാർഡുകൾ നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഇപ്പൊ നിലവിൽ എന്ത് പ്രശ്നമാണെങ്കിൽ പോലും അതെല്ലാം മാറിക്കൊണ്ട് അതൊരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിട്ട്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആയിട്ട് മാറാൻ പോകുന്നു. ഇത് നിങ്ങളുടെ ടൈം ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ
നിങ്ങൾ ഒന്നിച്ച്, അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അതുപോലെ ഫാമിലി ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൊണ്ട് ഒരു ടീമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഉള്ള ആ ഒരു ഒരു ടുഗദർനെസ് ഒന്നുകൂടെ ഇംപ്രൂവ് ആവുന്നതായിട്ടും, നിങ്ങൾ ഒന്നിച്ച് ചില കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നതായിട്ടും ചില കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നതായിരിക്കാം. അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ ഒരു 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 ഫേസ് കഴിഞ്ഞു, ഒരു ഫേസ് കഴിഞ്ഞ് അടുത്തൊരു ഫേസിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിട്ടാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾ എത്രയൊക്കെ വേദനിച്ചിരുന്നിരുന്ന ഒരു നിമിഷമായിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ പേഴ്സണും ഒന്നിച്ചിട്ടുള്ള ഒരു സെലിബ്രേഷന്റെ ഒരു ടൈമായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു സൈക്കിൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് സൈക്കിളിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. ആ നെക്സ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഒരു ഫുൾഫിൽമെന്റിന്റെ ഒരു സൈക്കിളാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും സെലിബ്രേഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സെലിബ്രേഷൻ ഉണ്ടാവുന്നു. അതുപോലെ വീണ്ടും പറയാം, ലോങ് ഡിസ്റ്റൻസിലുള്ള നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ കഴിയുന്നു. അവർ നിങ്ങളിലേക്ക് വരുന്നു. അവരൊന്നിച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ അട്രാക്ഷൻ വളരെയധികം കൂടുന്നതായിട്ട്, അതുപോലെ തന്നെ ഇമോഷണൽ ബോണ്ട് വളരെയധികം കൂടുന്നതായിട്ടൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത്രയും ഒരു ടുഗദർനെസ് നിങ്ങൾക്കിടയിൽ, ആ ഒരു ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്, ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മജീഷ്യൻ എനർജി, നിങ്ങൾ എന്താണോ ഇത്ര കാലം ആഗ്രഹിച്ചത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോ വളരെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത് പ്രാർത്ഥനയോ ഏത് രീതിയിലായാലും വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഒരു സഡൻ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നു. ഒരു സഡൻ ആയിട്ടുള്ള, അത് നിങ്ങൾ പോലും ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് ആ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു മാറ്റം വരുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫ് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി വളരെ ഒരു ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് മാറുന്നതായിട്ടും, നിങ്ങളുടെ ലൈഫിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് വരുന്നതായിട്ടും ഒക്കെയാണ് കാണുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാം, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് ഡിവൈനിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ആ ഒരു കാര്യം നമ്മളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് നമുക്ക് ഈ ഒരു വീക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. അപ്പോൾ ആ ക്ലൂസ് കൂടെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലൂസ് നോക്കാം. ലെറ്റർ എസ്, നമ്പർ 11, ലെറ്റർ ആർ, ലെറ്റർ ജി, ജൂൺ മന്ത്, നവംബർ മന്ത്, നമ്പർ 22, ഓഗസ്റ്റ് മന്ത്, മലപ്പുറം ഡിസ്ട്രിക്ട്, ഇടുക്കി ഡിസ്ട്രിക്ട്, ഡിസംബർ മന്ത്, ലെറ്റർ ടി, ലെറ്റർ സെഡ്, പൂയം നക്ഷത്രം, ലെറ്റർ ഇ, ഉത്രട്ടാതി നക്ഷത്രം. ഇത്രയാണ് നമുക്ക് ക്ലൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പോസിറ്റീവായിട്ടുള്ള എനർജി ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക.